മുരിങ്ങൂരാണുള്ളത്. മുരിങ്ങൂരൊന്നും കോട്ടയിൽ നിന്നൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളിതാ എൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. വേറെ ആരുമല്ല, പനക്കിളച്ചനാണ്. അച്ഛാ വിശേഷം സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് അവിടെ വെച്ച് ആ ഷെയർ ചെയ്ത കാര്യം എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്താൽ. നമ്മൾ ഏറ്റവും കൂടുതൽ എൻ്റെ എന്ന് ഉപയോഗിക്കുന്ന 3 മേഖലകളുണ്ട്. ഒന്ന് നമ്മുടെ ബോഡിയാണ്, ശരീരം. ഇപ്പോൾ കൈക്ക് തകരാറ് വന്നാൽ പറയും എൻ്റെ കൈക്ക് വേദനയാണ്, എൻ്റെ കാലിന് വേദനയാണ്. അങ്ങനെ ഓരോ അവയവങ്ങളോടും ചേർത്ത് എൻ്റെ എന്ന് ഉപയോഗിക്കും. തന്നെയല്ല, എൻ്റെ എന്ന് പറയുമ്പോൾ അത്രയും ശരീരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ ശരീരം തന്നെയാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻ്റെ എന്ന് ഉപയോഗിക്കുന്ന ഒന്ന് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ മേഖലയാണ്. എൻ്റെ മക്കൾ, എൻ്റെ മാതാക്കന്മാർ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ വീട്ടുകാർ, എൻ്റെ കുടുംബക്കാർ, എൻ്റെ ഭാര്യ, ഇങ്ങനെയെല്ലാം റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എൻ്റെ എന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫൈനാൻസാണ്. ഇത് ഞാൻ വാങ്ങിച്ച വീട്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, അങ്ങനെ ഫൈനാൻസ്. ഈ 3 മേഖലകളിലുമാണ് നമ്മൾ എൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതലായി. അപ്പോൾ എൻ്റെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവിടെയാണ് സാത്താൻ ആക്രമിക്കുന്നത്. അപ്പോൾ ജോബിനെ ആക്രമിച്ചത് ഈ 3 മേഖലകളിലാണ്. അതെ, ജോബിൻ്റെ ശരീരം, ജോബിൻ്റെ ഫൈനാൻസ്, ജോബിൻ്റെ റിലേഷൻഷിപ്പ്, ഇത് 3ഉം സാത്താൻ ആക്രമിച്ചു. അപ്പോൾ അത് അങ്ങനെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ 3 തരത്തിലുള്ള ഇതിൻ്റെ മേലുള്ള മുഴുവനും അധികാരം, അവകാശം ക്രിസ്തുവിന് സറണ്ടർ ചെയ്യണം. ക്രിസ്തുവിൻ്റെ ഉടമസ്ഥതയിലേക്ക് അതിനെ കൊണ്ടുവരണം. അപ്പോൾ അത് ഈശോയ്ക്ക് സറണ്ടർ ചെയ്യുമ്പോൾ അതിനുമേൽ പരിശുദ്ധാത്മാവ് കടന്നു വരികയും അതിൻ്റെയൊക്കെ മുകളിൽ ദൈവത്തിൻ്റെ സ്വന്തം എന്ന മുദ്ര വന്ന് പതിയുകയും ചെയ്യും. അങ്ങനെ വധിക്കപ്പെടുന്ന അവിടെയാണ് പിന്നെ സാത്താൻ അതിന് മേൽ അധികാരമേ ഇല്ല. എപ്പോൾ അത് ഞാൻ എന്നുള്ളത് ഏറ്റെടുത്തോ അപ്പോൾ സാത്താൻ അതിനെ ആക്രമിക്കും. പിന്നെ ഈ 3 മേഖലകളാണ് അഡറേഷൻ്റെ ഒരു തലം. ഈ ശരീരത്തിൽ നിങ്ങൾ കർത്താവിനെ ആരാധിക്കുക, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു, ഫൈനാൻസ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ഫൈനാൻസ് കൊണ്ട് ഒരു ഭാഗമാണ് കായേലും ആബേലും നടത്തിയ ബലിയർപ്പണം, അതൊരു ഭാഗമാണ്. അബ്രാഹത്തിന്റെ ബലി റിലേഷൻഷിപ്പിന്റെ ബലിയാണ്. അതുപോലെ ഈശോയുടെ ബലി തന്നെ നമുക്ക് വേണമെങ്കിൽ കർത്താവിന്റെ ശരീരവും രക്തവും എല്ലാം അവിടെ നിന്ന് പൂർണ്ണമായിട്ട് അർപ്പിച്ചു എന്നുള്ളത് ഏറ്റവും ഉന്നതമായ ഒരു ബലിയർപ്പണമാണ്. അപ്പോൾ ഇത് 3ഉം കൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. ആ അഡറേഷനാണ് നമ്മളെ കൂടുതലായിട്ട് വലിയ ലിബറേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് 3ഉം നമ്മൾ ബലിപീഠത്തിൽ വെച്ച് ദൈവത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഭൂമിയിലെ ഏറ്റവും നിസ്സഹായരാണ്. നമുക്കൊന്നുമില്ല. ആ നിസ്സഹായതയിലാണ് നമുക്ക് ദൈവം മാത്രം തുണ എന്ന അവസ്ഥയിലേക്ക് വരുന്നത്, ദൈവത്തെ അനുഭവിക്കാനും കഴിയും. അപ്പോൾ നമ്മൾ അവിടെയാണ് നമ്മൾ ഏറ്റവും എളിമയിലേക്ക് വരുന്നത്. കാരണം നമ്മളിൽ ഒന്നുമില്ല. എനിക്ക് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ഏതെങ്കിലും 3 വേണം. എന്റെ കുടുംബത്തിന്റെ പേരില്, എന്റെ ഫൈനാൻസിന്റെ പേരില്, എന്റെ കഴിവിന്റെ പേരില്. അപ്പൊ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പം നമ്മൾക്ക് പിന്നെ നമുക്ക് ബന്ധമുള്ളത് ഈശോയോട് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ യേശുവുമായിട്ടുള്ള ഇന്റിമസിയിലേക്ക് വരുന്നത് ഈ സറണ്ടറിന്റെ ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ്. നമ്മൾ എന്തുമാത്രം സറണ്ടർ ചെയ്യുന്നോ അതനുസരിച്ച് നമ്മൾ എളിമയിലേക്ക് വരും. എളിമയിലേക്ക് വരുന്തോറും നമ്മൾ ഇന്റിമസിയിലേക്ക് വരും. ഇങ്ങനെ അതിന്റെ ബന്ധം കിടക്കുന്നത്. ഇന്നത്തെ ആ ടോക്കിൽ അച്ഛൻ അത് തന്നെയാണല്ലോ പറഞ്ഞത്. കർത്താവായിട്ട് റോമർ 10:9 പറഞ്ഞു. കർത്തൃത്വത്തിലേക്ക് നമ്മൾ അതിനെ സ്വീകരിക്കുക. അതെ, കർത്താവായിട്ട് സ്വീകരിക്കുക, യജമാനായിട്ട് സ്വീകരിക്കുക എന്നല്ല. ഇന്നിപ്പം കാണുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ എന്ന് നമ്മൾ പറഞ്ഞ് കൈവശമാക്കി വെച്ചിരിക്കുന്നതല്ല, എൻ്റേതല്ല, കർത്താവിൻ്റേതാണെന്ന് പറയുന്ന ആ മനസ്സോടെ കർത്താവിൻ്റെ കർത്തൃത്വം, യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുന്ന, അല്ലെ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച് ശരീരത്തെ കുറിച്ച് തന്നെ
നമ്മൾ വായിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ 3-ലും 6-ലും അധ്യായങ്ങൾ വായിക്കുന്നത് മനുഷ്യ ശരീരം ദൈവത്തിന്റെ ആലയം, ദൈവത്തിൻ്റെതാണ്. പിന്നെ നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ഉദരഫലം ദൈവത്തിന് സമ്മാനമാണ്, എല്ലാം ദൈവത്തിൻ്റെതാണ്. പിന്നെ ലൂക്ക 12 നമ്മൾ വായിക്കുന്നുണ്ട്, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ പിൻവലിച്ചാൽ ഇവയെല്ലാം ആരുടേതായിരിക്കും എന്ന് കർത്താവിനെ പോസ്റ്റ്. നമ്മുടെ കൈ തന്നുള്ളത് കവിഞ്ഞ് നോക്കാൻ തന്നുള്ളത് കവിഞ്ഞ് അതിന്റെ ഉടമസ്ഥാവകാശം എപ്പോഴും ദൈവത്തിന്, നമ്മുടേതല്ല. അപ്പൊ അത് പിന്നെ സമർപ്പിച്ചാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ വളരേണ്ടത്. അങ്ങനെയാണ്. അതിനായിട്ട് എല്ലാവർക്കും ഇടവരട്ടെ. ഞാൻ മുരിങ്ങൂരും പോട്ടയിലും ഒക്കെ ആയിട്ട് രാവിലെ മുതൽ അച്ഛന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പനക്കിലച്ഛന് വേണ്ടിയും നായ്ക്കമ്പറമ്പിലച്ഛന് വേണ്ടിയും ഇവിടുത്തെ ഡയറക്ടേഴ്സിന് വേണ്ടിയും പോട്ടയിലെയും മുരിങ്ങൂരെയും ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കൃപ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ.